ഒരു കാലത്ത് ഗ്രേസ് സ്പേസ് സ്പേസ് എന്ന മുദ്രാവാക്യവുമായി ലോകമെമ്പാടുമുള്ള കാർ പ്രേമികളുടെ മനം കവർന്ന ബ്രാൻഡാണ് ജാഗ്വാർ. ബ്രിട്ടീഷ് രാജകുടുംബം മുതൽ ഹോളിവുഡ് താരങ്ങൾ വരെ ഉപയോഗിച്ചിരുന്ന ഈ ഐക്കോണിക് ബ്രാൻഡിന് ഇന്ന് എന്ത് സംഭവിച്ചു? 2024 തങ്ങളുടെ എല്ലാ കാറുകളുടെയും നിർമ്മാണം നിർത്തിവെച്ച് ഒരു പുതിയ ലോഗോയും കോപ്പി നത്തിങ് എന്ന വിചിത്രമായ പരസ്യവുമായി ജാഗ്വാർ രംഗത്തെത്തിയപ്പോൾ ലോകം മുഴുവൻ അമ്പരന്നു. ജാഗ്വാറിന്റെ ഈ തകർച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? 1922 തുടങ്ങിയ ആ യാത്ര നമുക്കൊന്ന് പരിശോധിക്കാം. ജാഗ്വാറിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 1922 കാറുകളോടുള്ള താല്പര്യം മൂലം വില്യം ലയോൺസ് എന്ന ബ്രിട്ടീഷ് യുവാവ് സ്വാളോ സൈഡ് കാർ കമ്പനി എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങി. തുടക്കത്തിൽ ഇവർ കാറുകൾ നിർമ്മിച്ചിരുന്നില്ല, മറിച്ച് മോട്ടോർ സൈക്കിളുകളിൽ ഘടിപ്പിക്കുന്ന സൈഡ് കാറുകളാണ് ഉണ്ടാക്കിയിരുന്നത്. ഇവരുടെ ഡിസൈനുകൾക്ക് നല്ല ഡിമാൻഡ് ലഭിച്ചതോടെ 1934 കമ്പനി വിപുലീകരിച്ച് കാർ നിർമ്മാണത്തിലേക്ക് കടന്നു. അന്നവർ തങ്ങളുടെ പേര് SS കാർസ് എന്ന് മാറ്റി. SS എന്നാൽ സ്വാളോ ആൻഡ് സ്റ്റാൻഡേർഡ് എന്നതിന്റെ ചുരുക്കരൂപമായിരുന്നു. 1935 SS ജാഗ്വാർ എന്ന പേരിൽ അവർ ആദ്യത്തെ സ്പോർട്സ് കാർ പുറത്തിറക്കി. എന്നാൽ പിന്നീട് ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ പാരാമിലിറ്ററി ഫോഴ്സിന്റെ പേരും SS എന്നായിരുന്നല്ലോ. യുദ്ധത്തിന് ശേഷം നാസികളുമായിട്ടുള്ള ആ പേരിന്റെ സാമ്യം ഒഴിവാക്കാൻ വില്യം ലയോൺസ് തന്റെ കമ്പനിയുടെ പേര് ജാഗ്വാർ കാർസ് ലിമിറ്റഡ് എന്ന് മാറ്റാൻ തീരുമാനിച്ചു. അതൊരു മികച്ച തീരുമാനമായിരുന്നു. 1940കളുടെ അവസാനത്തിലും 50കളിലും ജാഗ്വാർ തങ്ങളുടെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അന്ന് ലോകത്തിലെ മറ്റ് സ്പോർട്സ് കാറുകളെ അപേക്ഷിച്ച് കുറഞ്ഞ വിലയിൽ എന്നാൽ മികച്ച പെർഫോമൻസ് നൽകുന്ന കാറുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. 1948 ജാഗ്വാർ പുറത്തിറക്കിയ XK120 എന്ന മോഡൽ ചരിത്രം കുറിച്ചു. അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പ്രൊഡക്ഷൻ കാർ ആയിരുന്നു അത്. മണിക്കൂറിൽ 120 മൈൽ വേഗത കൈവരിക്കാൻ അതിന് സാധിച്ചു. പിന്നീട് റേസിംഗ് ട്രാക്കുകളിലും ജാഗ്വാർ തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. 1951 ഫ്രാൻസിലെ പ്രശസ്തമായ 24 Hours ഓഫ് Le Mans റേസിൽ ജാഗ്വാർ വിജയിച്ചു. 1950കളിൽ മാത്രം 5 തവണയാണ് അവർ ഈ കിരീടം ചൂടിയത്. 1960കളിൽ ജാഗ്വാർ പുറത്തിറക്കിയ ടൈപ്പ് എന്ന കാർ ഇന്നും ഓട്ടോമൊബൈൽ ലോകത്തെ ഏറ്റവും മനോഹരമായ കാറുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഫെറാരി കമ്പനിയുടെ സ്ഥാപകനായ എൻസോ ഫെറാരി പോലും ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാർ എവർ മെയ്ഡ് എന്നാണ് ടൈപ്പിനെ വിശേഷിപ്പിച്ചത്. അത്രത്തോളം മികച്ച ഡിസൈനും പെർഫോമൻസുമായിരുന്നു ജാഗ്വാറിന്റെ മുഖമുദ്ര. എന്നാൽ 1960കളുടെ അവസാനത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആഗോള വിപണിയിൽ പിടിച്ചു നിൽക്കാൻ വലിയ നിർമ്മാണ സൗകര്യങ്ങൾ ആവശ്യമാണെന്ന് ജാഗ്വാറിന് മനസ്സിലായി. അങ്ങനെ 1965 അവർ ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷനുമായി ലയിച്ചു. പിന്നീട് ഇവർ ബ്രിട്ടീഷ് ലെയ്ലാൻഡ് എന്ന വലിയൊരു കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായി മാറി. ഇതൊരു വലിയ തെറ്റായിരുന്നു. ബ്രിട്ടീഷ് ലെയ്ലാൻഡിന്റെ കീഴിൽ ഓസ്റ്റിൻ, MG, റോവർ, മിനി തുടങ്ങിയ നിരവധി ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. ഇത്രയധികം കമ്പനികളെ മാനേജ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ക്വാളിറ്റി കൺട്രോൾ തീർത്തും പരാജയപ്പെട്ടു. ജാഗ്വാർ കാറുകളുടെ റിലയബിലിറ്റി മോശമാകാൻ തുടങ്ങി. ഒടുവിൽ നഷ്ടം സഹിക്കാനാവാതെ 1984 ജാഗ്വാർ വീണ്ടും ഒരു സ്വതന്ത്ര കമ്പനിയായി മാറി. പക്ഷേ അപ്പോഴേക്കും അവർ സാമ്പത്തികമായി തകർന്നിരുന്നു. പ്രതിവർഷം വെറും 50,000 കാറുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ സാധിച്ചിരുന്നത്. ജാഗ്വാറിന്റെ ഈ തകർച്ച മുതലെടുക്കാൻ അമേരിക്കൻ ഭീമനായ ഫോർഡ് മോട്ടോർ കമ്പനി തീരുമാനിച്ചു. 1989 ഏകദേശം $2.4 ബില്യൺ ഫോർഡ് ജാഗ്വാറിനെ ഏറ്റെടുത്തു. ഫോർഡിന്റെ കയ്യിൽ പണവും സാങ്കേതിക വിദ്യയും ഉള്ളതുകൊണ്ട് ജാഗ്വാർ രക്ഷപ്പെടുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ഫോർഡ് ചെയ്തത് വമ്പൻ അബദ്ധമായിരുന്നു. നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഫോർഡിന്റെ സാധാരണ കാറുകളുടെ പ്ലാറ്റ്ഫോമിൽ അവർ ജാഗ്വാർ കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് ഫോർഡ് മോണ്ടിയോ എന്ന ഫാമിലി കാറിന്റെ പാർട്സുകൾ ഉപയോഗിച്ച് അവർ ജാഗ്വാർ X ടൈപ്പ് നിർമ്മിച്ചു. പുറമെ ഒരു ജാഗ്വാർ ലോഗോ ഉണ്ടെങ്കിലും ഓടിക്കുമ്പോൾ അതൊരു ഫോർഡ് കാർ ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ജാഗ്വാർസ് ആർ ജസ്റ്റ് എക്സ്പെൻസീവ് ഫോർഡ്സ് എന്ന ചീത്തപ്പേര് സമ്പാദിക്കാൻ ഇത് കാരണമായി. തനതായ ബ്രിട്ടീഷ് ക്യാരക്ടർ നഷ്ടപ്പെട്ടതോടെ ജാഗ്വാറിന്റെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഫോർഡ് പ്രതിസന്ധിയിലായി. നഷ്ടത്തിലായിരുന്ന ജാഗ്വാറിനെയും ലാൻഡ് റോവറിനെയും വിൽക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോഴാണ് ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പ്, ടാറ്റ മോട്ടോഴ്സ് രംഗത്തെത്തുന്നത്. വെറും $2.3 ബില്യൺ ടാറ്റ JLRനെ സ്വന്തമാക്കി. ലോകം മുഴുവൻ ടാറ്റയെ പരിഹസിച്ചു. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാറായ ടാറ്റ നാനോ നിർമ്മിക്കുന്നവർക്ക് എങ്ങനെ ജാഗ്വാർ പോലൊരു ലക്ഷറി ബ്രാൻഡ് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ചോദിച്ചു. പക്ഷേ ടാറ്റയ്ക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ഫോർഡിനെ പോലെ ജാഗ്വാറിന്റെ പ്രവർത്തനങ്ങളിൽ ടാറ്റ അനാവശ്യമായി ഇടപെട്ടില്ല. അവർക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകി. ടാറ്റയുടെ കീഴിൽ ജാഗ്വാർ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് തോന്നിപ്പിച്ചു. 2016 അവർ തങ്ങളുടെ ആദ്യത്തെ SUV ആയ F-Pace പുറത്തിറക്കി. ലോകമെമ്പാടും SUVകൾക്ക് പ്രിയം ഏറി വരുന്ന സമയമായിരുന്നു അത്.
എഫ് പേസ് വൻ വിജയമായി മാറി. ചൈനയിലും അമേരിക്കയിലും ജാഗ്വാറിന്റെ വിൽപ്പന കൂടി. 2019 1,80,000 യൂണിറ്റുകൾ വിറ്റുകൊണ്ട് ജാഗ്വാർ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിൽപ്പന രേഖപ്പെടുത്തി. എന്നാൽ ഈ വിജയം അധികകാലം നീണ്ടുനിന്നില്ല. ജാഗ്വാറിന്റെ ഏറ്റവും വലിയ ശാപം എക്കാലത്തും അവരുടെ റിലയബിലിറ്റി ഇഷ്യൂസ് ആയിരുന്നു. ജാഗ്വാർ കാറുകൾ പെട്ടെന്ന് കേടാകും എന്നൊരു പേരുദോഷം പണ്ടേയുണ്ട്. പുതിയ കാറുകളിലും ഇലക്ട്രോണിക്സ് പ്രശ്നങ്ങളും എഞ്ചിൻ തകരാറുകളും പതിവായി. ഇത് കാരണം ഒരു ജാഗ്വാർ കാർ വാങ്ങി 5 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ വില പകുതിയിലും താഴെയാകും. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ജാഗ്വാറിന് ആരും വില കൽപ്പിച്ചില്ല. ഇതിനിടയിലാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവം തുടങ്ങിയത്. ടെസ്ല വിപണി പിടിച്ചടക്കുന്നത് കണ്ട ജാഗ്വാർ 2018 ഐ-പേസ് എന്ന ഇലക്ട്രിക് SUV പുറത്തിറക്കി. തുടക്കത്തിൽ ഇതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. വേൾഡ് കാർ ഓഫ് ദി ഇയർ പുരസ്കാരം വരെ ഐ-പേസ് നേടി. ഗൂഗിളിന്റെ സഹോദര സ്ഥാപനമായ വെയ്മോ തങ്ങളുടെ സെൽഫ് ഡ്രൈവിംഗ് ടാക്സികൾക്കായി 20,000 ഐ-പേസ് കാറുകൾ ഓർഡർ ചെയ്തു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഐ-പേസിന്റെ ബാറ്ററി പാക്കുകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തി. അമേരിക്കയിൽ മാത്രം 8ഓളം ഐ-പേസ് കാറുകൾ ചാർജ് ചെയ്യുമ്പോഴും പാർക്ക് ചെയ്തിരിക്കുമ്പോഴും തീ പിടിച്ചു. ഇത് വലിയൊരു സുരക്ഷാ ഭീഷണിയായി മാറി. കാർ ഗ്യാരേജിനുള്ളിൽ പാർക്ക് ചെയ്യരുതെന്ന് വരെ ജാഗ്വാറിന് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. 2019 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ബാറ്ററി 80% മാത്രമേ ചാർജ് ചെയ്യാവൂ എന്ന് അവർ നിയന്ത്രണം കൊണ്ടുവന്നു. ഇത് ഐ-പേസിന്റെ റേഞ്ച് കുറച്ചു. ടെസ്ല മോഡൽ Y പോലുള്ള കാറുകൾ കുറഞ്ഞ വിലയിൽ കൂടുതൽ റേഞ്ചും പെർഫോമൻസും നൽകിയപ്പോൾ ജാഗ്വാറിനെ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായി. 2024 ആയപ്പോഴേക്കും ജാഗ്വാറിന്റെ വിൽപ്പന 67,000ലേക്ക് ചുരുങ്ങി. അതായത് 2019 കണക്കിൽ നിന്ന് 2/3 ഭാഗം കുറവ്. ടാറ്റയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ലാൻഡ് റോവർ മികച്ച ലാഭത്തിൽ ഓടുമ്പോൾ ജാഗ്വാർ കമ്പനിക്ക് വലിയ ബാധ്യതയായി മാറി. ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ 2024 ജാഗ്വാർ ഒരു കടുത്ത തീരുമാനമെടുത്തു. നിലവിലുള്ള പെട്രോൾ ഡീസൽ കാറുകളുടെ അതായത് XE, XF, F-പേസ്, E-പേസ്, F-ടൈപ്പ് തുടങ്ങിയവയുടെ നിർമ്മാണം പൂർണ്ണമായും നിർത്തുക. 2026 മുതൽ പുതിയ ഇലക്ട്രിക് കാറുകൾ മാത്രം പുറത്തിറക്കുക. ഇതിനായി അവർ നവംബർ 2024 ഒരു പുതിയ ബ്രാൻഡ് ഐഡന്റിറ്റി അവതരിപ്പിച്ചു. കോപ്പി നത്തിങ് എന്ന ടാഗ് ലൈനോടെ ഇറങ്ങിയ പരസ്യം വലിയ വിവാദമായി. വിചിത്രമായ വേഷം ധരിച്ച മോഡലുകളെയാണ് പരസ്യത്തിൽ കാണിച്ചത്. അതിൽ കാറിന്റെ ഒരു ഭാഗം പോലും കാണിച്ചിരുന്നില്ല. ഒരു ലക്ഷറി കാർ ബ്രാൻഡ് എന്നതിലുപരി ഒരു ഫാഷൻ ബ്രാൻഡ് പോലെയാണ് അവർ പെരുമാറിയത്. ഇത് അവരുടെ ട്രഡീഷണൽ കസ്റ്റമേഴ്സിനെ ചൊടിപ്പിച്ചു. തുടർന്ന് ഡിസംബറിൽ ടൈപ്പ് 00 എന്ന കൺസെപ്റ്റ് കാർ അവർ അവതരിപ്പിച്ചു. പിങ്ക് നിറത്തിലുള്ള കാർട്ടൂൺ കാറുകളെ അനുസ്മരിപ്പിക്കുന്ന ഇതിന്റെ ഡിസൈൻ റോബ്ലോക്സ് ഗെയിമിൽ നിന്ന് ഇറങ്ങി വന്നത് പോലെയുണ്ട് എന്നാണ് വിമർശകർ പറഞ്ഞത്. 480 മൈൽ റേഞ്ചും $1,00,000 മുകളിൽ വിലയും പ്രതീക്ഷിക്കുന്ന ഈ കാർ 2026 വിപണിയിലെത്തും. വില്യം ലയൺസ് എന്ന മോട്ടോർ സൈക്കിൾ പ്രേമി തുടങ്ങിയ കമ്പനി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാറുകൾ നിർമ്മിച്ച് ചരിത്രം സൃഷ്ടിച്ചു. എന്നാൽ കാലാകാലങ്ങളായുള്ള ക്വാളിറ്റി ഇഷ്യൂസ്, ഫോർഡിന്റെ തെറ്റായ നയങ്ങൾ, ഒടുവിൽ EV വിപണിയിലുണ്ടായ പരാജയം എന്നിവ ജാഗ്വാറിനെ തകർച്ചയുടെ വക്കിലെത്തിച്ചു. ടാറ്റ മോട്ടോഴ്സിന് ലാൻഡ് റോവറിനെ രക്ഷിക്കാൻ സാധിച്ചെങ്കിലും ജാഗ്വാർ അവർക്കൊരു വലിയ തലവേദനയായി തുടരുന്നു. ഇപ്പോൾ ജാഗ്വാർ നടത്തുന്ന ഈ റീബ്രാൻഡിംഗ് ഒരു ഹെയിൽ മേരി അറ്റംപ്റ്റ് ആണ്. ബെൻലി അല്ലെങ്കിൽ പോർഷെ പോലുള്ള അൾട്രാ ലക്ഷറി ബ്രാൻഡുകളോട് മത്സരിക്കാനാണ് അവരുടെ നീക്കം. എന്നാൽ വിചിത്രമായ ഡിസൈനുകളും വിശ്വസിക്കാൻ പറ്റാത്ത റിലയബിലിറ്റിയും വെച്ച് അവർക്കത് സാധിക്കുമോ എന്നത് കണ്ടറിയണം. ഒരുപക്ഷെ ഈ ചൂതാട്ടം പരാജയപ്പെട്ടാൽ ജാഗ്വാർ എന്ന പേര് ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങും. എല്ലാവർക്കും നന്ദി.